ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ +1 അഗ്നി ബാച്ചിൻ്റെയും പൃഥ്വി ബാച്ചിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ +1 അഗ്നി പബ്ലിക് എക്സാം സയൻസ് ബാച്ചും അതുപോലെ +1 പൃഥ്വി എൻട്രൻസ് നീറ്റ് ആൻഡ് കീം ബാച്ചിൻ്റെയും രണ്ടാമത്തെ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷനാണ് ഇന്ന് വൈകിട്ട് നടക്കാൻ പോകുന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ 7:30-ക്ക്. അതിനുശേഷം നാളെ മുതൽ അവരുടെ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. സോ ഈ ബാച്ചിൽ തന്നെ അഡ്മിഷൻ എടുത്ത് നേരത്തെ പഠിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ശരിക്കും +1 +2 നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർ വേഗം തന്നെ നിങ്ങളുടെ അഡ്മിഷൻസ് എടുക്കുക. താഴെ ഒരു നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് ഇന്ന് ഓറിയൻറ്റേഷന് മുൻപ് തന്നെ പറ്റുമെങ്കിൽ അഡ്മിഷൻ എടുക്കുക. നാളെ മുതൽ നിങ്ങൾക്ക് +1 സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും SSLC റിസൾട്ടിന് വേണ്ടി കാത്തിരുന്നവർ പലരും റിസൾട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഫുൾ A+ കിട്ടിയവർ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് +1 +2-ൽ അതേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 90% എബോവ് മാർക്കുകൾ +1 +2-ൻ്റെ മുകളിൽ 90% ഒന്നും പോരാ, നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ ആ ഫുൾ മാർക്ക് എന്ന് പറഞ്ഞ ആ ഒരു മാജിക് നമ്പർ തന്നെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ടാർഗറ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്നവർക്കൊക്കെ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ +1 +2 10ാം ക്ലാസ് പോലെ അത്രയ്ക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് പോകാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം കുറച്ച് കട്ടിയായിട്ടുള്ള സിലബസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ നേരത്തെ പഠിച്ച് തുടങ്ങിയാൽ ഒരു സംശയമില്ല, അതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. സോ ഓൾറെഡി ഫുൾ A+ കിട്ടിയവർ അതേ ഒരു റിസൾട്ട്, അതേ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് +1 +2-ലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ തുടങ്ങാൻ വേണ്ടി തീരുമാനിക്കുക. അതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ. അതിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ കാര്യം എന്താണ്, നേരത്തെ തന്നെ നമ്മുടെ അഗ്നി ബാച്ചിലോ അല്ലെങ്കിൽ എൻട്രൻസ് ബാച്ചിലോ പൃഥ്വി ബാച്ചിലോ ജോയിൻ ചെയ്ത് പഠിക്കാൻ ആരംഭിക്കുക. അതേപോലെ തന്നെ SSLC റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് അല്ല നിങ്ങളുടെ മാർക്ക് ഷീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ മക്കളെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെയോടെ ഈ കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇനിയും +1-ലും +2-ലും നമുക്ക് അടിച്ച് പൊളിച്ച് പഠിച്ച് നമുക്ക് നമ്മളോടും നമ്മുടെ പേരൻസിനോടും നാട്ടുകാരോടൊക്കെ പ്രൂവ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ ശരിക്കത്തെ ടാലൻറ്റ്, നിങ്ങളുടെ ശരിക്കത്തെ കഴിവ് നിങ്ങൾക്ക് ഇനിയും കാണിക്കാനുണ്ട്. സോ അതിനുള്ള 2 വർഷങ്ങളാണ്, ആ വലിയൊരു അവസരം, വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പക്ഷേ ഒരൊറ്റ മിസ്റ്റേക്ക് നിങ്ങൾ ഉണ്ടാക്കരുത്. 10ാം ക്ലാസ്സിൽ നിങ്ങൾ വേണ്ട രീതിയിൽ നേരത്തെ തന്നെ മര്യാദയ്ക്ക് പഠിച്ച് തുടങ്ങാതെ കുറച്ച് ഉഴപ്പും കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ ആ മെൻറ്റാലിറ്റി ഇല്ലാത്ത രീതിയിലാണ് നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചതെങ്കിൽ അതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങളുടെ റിസൾട്ട് ഉദ്ദേശിച്ച രീതിയിൽ വരാത്തത്. 99% കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെയാണ് വരാത്തത്. അത് +1-ൽ നിങ്ങൾ വീണ്ടും ആവർത്തിക്കരുത്. കാരണം നിങ്ങളത് ആവർത്തിച്ചാൽ നിങ്ങൾക്ക് അതിലും മോശമായിട്ടുള്ള ഒരു ലെവലിലേക്കായിരിക്കും പോവുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ +1 +2 സിലബസ് അത്ര എളുപ്പമല്ല. അപ്പോൾ നിങ്ങൾ ഉഴപ്പാൻ തീരുമാനിച്ചാൽ 10ാം ക്ലാസ് പോലെ കുറച്ച് A+ഓ A ഗ്രേഡോ നഷ്ടമാവുകയല്ല ചെയ്യുക. ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു 70%-ഓ 60%-ഓ ലെവലിലേക്ക്, അതിലും താഴേക്കുള്ള ലെവലിലേക്കൊക്കെ ഫോളോ ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ +1-ൻ്റെ റിസൾട്ടൊക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ അത് നടക്കാതിരിക്കണമെങ്കിൽ, അത് ആ ഒരു മോശം ലെവലിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഒറ്റ തീരുമാനം ഉണ്ടാക്കിയാൽ മതി. അതായത് നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഓക്കെ, അതിപ്പോൾ എവിടെ ചേർന്നിട്ടാണെങ്കിൽ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, ചേരാൻ്റെ ആണെങ്കിൽ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. എക്സാമിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടാണ്. നിങ്ങളുടെ അലോട്ട്മെൻറ്റിനും നിങ്ങളുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനൊന്നും വെയിറ്റ് ചെയ്തിരിക്കാതെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. ആ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ ഇമാജിൻ ചെയ്യാം, കുറച്ച് നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾ സ്കൂളിലെത്തുമ്പോഴത്തേക്ക് നിങ്ങൾ എന്താണ് 2 3 ചാപ്റ്റേഴ്സ് തീർന്നിട്ടായിരിക്കും സ്കൂളിലെത്താൻ പോകുന്നത്. ആ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഒരു ഇയർ മൊത്തം ക്യാരി ഫോർവേഡ് ചെയ്യാം. റിവിഷൻ എക്സ്ട്രാ നല്ല സമയം കിട്ടുകയും ചെയ്യും. അതുവഴി എന്താണ്, ഒബ്വിയസ്ലി നിങ്ങൾക്ക് കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്യാനുള്ള ചാൻസ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ മാർക്ക് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ഒരു സംശയമില്ല, +1-ൽ അടിച്ചു പൊളിച്ച് പഠിക്കുക. അതിന് ഏറ്റവും ബെസ്റ്റ് നേരത്തെ തന്നെ പഠിച്ച് തുടങ്ങുക എന്ന് തന്നെയാണ്, അതിലൊരു സംശയമില്ല. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണേ വേഗം തന്നെ നിങ്ങൾ അഡ്മിഷൻ ഉറപ്പാക്കുക. കാരണം ഇന്നായിരിക്കും ബാച്ച് 2-ൻ്റെ ഓറിയൻറ്റേഷൻ. അതിൽ കൃത്യമായിട്ട് പങ്കെടുത്ത് നാളെ മുതൽ നിങ്ങൾക്ക് ക്ലാസ് അടിപൊളി ക്ലാസ് ആയിരിക്കും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ബാച്ചിൽ വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടു തുടങ്ങാം. നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ച ആൾക്കാർ തന്നെയായിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളെ SSLC-ലൊക്കെ കണ്ട് നിങ്ങൾ യൂട്യൂബിൽ കണ്ട് വളർന്ന ആൾക്കാർ തന്നെയായിരിക്കും നിങ്ങളെ, അതേ ടീച്ചേഴ്സ് തന്നെയായിരിക്കും നിങ്ങളെ പഠിപ്പിക്കാനും പോകുന്നത്. അപ്പോൾ അടിപൊളി ക്ലാസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എനിവേ ഓറിയൻറ്റേഷനിൽ പങ്കെടുക്കുക. ഇനി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പ്ലാൻ ഇല്ലെങ്കിലും അല്ലെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഓറിയൻറ്റേഷനിൽ പങ്കെടുക്കുക. ഇന്ന് വൈകുന്നേരം 7:30-ക്ക് ആയിരിക്കും ഓറിയൻറ്റേഷൻ. അപ്പോൾ ഓറിയൻറ്റേഷനിൽ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓറിയൻറ്റേഷൻ പങ്കെടുക്കുമ്പോൾ മനസ്സിലാവും ആക്ച്വൽ എങ്ങനെയാണ് ക്ലാസ്സസ് ഉണ്ടാവുക, എങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, ആപ്പിൻ്റെ ഉള്ളിൽ ഇൻ്റർഫേസ് എങ്ങനെയായിരിക്കും ഉണ്ടാവാം, അതിനുള്ളിൽ എന്തൊക്കെ കിട്ടും, എല്ലാ കാര്യങ്ങളും ഇന്ന് കാണിച്ചു തരുന്നതായിരിക്കും. സോ ഇതുവരെ നമ്മുടെ ഓറിയൻറ്റേഷനിൽ നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരം 7:30-ക്ക് നടക്കാൻ പോകുന്ന ഓറിയൻറ്റേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പങ്കെടുക്കാം.
അതുകൂടാതെ ഒരു സന്തോഷ വാർത്തയും കൂടി എനിക്ക് അറിയിക്കാനുള്ളത്, നാളെ വൈകുന്നേരം, ഓക്കെ, നാളെ ചൊവ്വാഴ്ച വൈകുന്നേരം 7:30 നമ്മുടെ എക്സാമിനറിൻ്റെ SSLC സക്സസ് സെലിബ്രേഷൻ കൂടി ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ പല പല കാര്യങ്ങളും ഇനി അങ്ങോട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നുള്ള പല പല കാര്യങ്ങളും നാളെ ആയിരിക്കും റിവീൽ ചെയ്യാൻ പോകുന്നത്. സോ നാളെ ട്യൂസ്ഡേ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതുകൂടാതെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, സാർ +1 സയൻസിനും എൻട്രൻസിനും മാത്രമേ ബാച്ച് ഉള്ളൂ. ഒരിക്കലുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്തവർ അറിഞ്ഞിരിക്കണം. നമ്മുടെ +1 കൊമേഴ്സിന് വേണ്ടിയിട്ടും കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനെ ലൈനപ്പ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ബാച്ച് ഉണ്ട്. +1 ജ്വാല ബാച്ച് സെയിം ഫീസാണ്. +1 അഗ്നിക്കുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള 4000 എന്ന് പറഞ്ഞ ഫീസിലാണ് നമ്മളിപ്പോൾ ബാച്ച് റൺ ചെയ്യുന്നത്. അത് ഇപ്പോൾ ഒരു ഓഫർ ഫീസാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതേ ഫീസ് തന്നെയുള്ളൂ +1 കൊമേഴ്സിന്. സോ +1 സയൻസ് അവസാനം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ പോലും +1 കൊമേഴ്സ് പഠിച്ച് ഏറ്റവും ബെസ്റ്റ് രീതി പഠിച്ച് ഏറ്റവും നല്ല മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ ക്ലാസ്സും ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിൻ്റെ, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ് ആയിരിക്കും നമുക്ക് +1 ജ്വാല ബാച്ചിൽ കിട്ടാൻ പോകുന്നത്. സോ ഓൾറെഡി പലരും അഡ്മിഷൻ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ ഓഫർ ഫീസിൽ തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ വേഗം തന്നെ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. +1 കൊമേഴ്സ് ബാച്ചിൻ്റെ ക്ലാസ്സസ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അലോട്ട്മെൻറ്റിന് ശേഷമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പക്ഷേ +1 സയൻസിൻ്റെയും +1 എൻട്രൻസിൻ്റെയും നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാച്ച് 2 ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അഡ്മിഷൻ എടുക്കാനുള്ളവർ വേഗം തന്നെ അഡ്മിഷൻ എടുത്ത് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കണ്ടു തുടങ്ങുക. ഓക്കെ, അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഒരു നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, എനിവേ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. 10ാം ക്ലാസ് റിസൾട്ട് നിങ്ങൾക്ക് എന്താണെങ്കിലും ഇനി അങ്ങോട്ട് നിങ്ങളുടെ +2 +1 +2 ജീവിതത്തിൽ അത് സയൻസ് ആണെങ്കിലും എൻട്രൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും എക്സാമിനർ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകളിലൂടെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിൻ്റെ സഹായത്തോടെ നിങ്ങളൊപ്പം ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ മക്കളെ. ഓക്കെ, അപ്പോൾ ഇന്ന് വൈകുന്നേരം 7:30 ഓറിയൻറ്റേഷന് വരാൻ പോകുന്ന എല്ലാ മക്കളും താഴെ കമൻറ്റ് ചെയ്യുക, സാർ ഞാൻ വരുന്ന വൈകുന്നേരം നമുക്ക് കാണാം.